അൽഹംദുലില്ലാ ഓതുന്നു പ്രാണൻ ഈ ജന്മസൂനം നീ തന്ന ദാനം മണ്ണോടു മണ്ണാ ചേരും വരെ നിൻ സംഗീതമേ ഞാൻ ധൂമങ്ങളായേ പാറുന്നിതാ ഞാൻ ഉന്മാദമേ നീ നൂറുള്ള 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 വീണ്ടും അടിപൊളി. ഈ സോങ്സിൽ ശരിക്കും പറഞ്ഞാൽ ലിറിക്സിനാണോ അതോ മ്യൂസിക്കിനാണോ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത്? അത് ഒരു വല്ലാത്ത പ്രശ്നമാണ്. ബിക്കോസ് അത് ഓരോ പാട്ടുകളിലും ഓരോ പോലെയാണ്. പക്ഷെ തീർച്ചയായിട്ടും മ്യൂസിക്കിൻ്റെതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അതുകൊണ്ടാണ് നമുക്ക് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിൽ പോലും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ലിറിക്സ് ഇല്ലാതെ. പക്ഷെ ഗാനങ്ങൾ എന്ന് പറയുന്ന സാധനത്തിന് ലിറിക്സിനെ കോംപ്ലിമെന്റ് ചെയ്ത് മ്യൂസിക് ചെയ്യുന്നതിൻ്റെ ഒരു സുഖം വേറെയാണ്. മനസ്സിലായോ? കാരണം പല പാട്ടുകളിലും വരികൾ, അത്രയും മനോഹരമായ വരികൾ നമുക്ക് രചയിതാവ് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടി നന്നാക്കാനാണ് മ്യൂസിക് ഉപയോഗിക്കേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നത്തെ രീതിയിൽ 99% പാട്ട് ഈണം ആദ്യം ഉണ്ടാക്കിയിട്ട് വരി എഴുതുന്നൊരു ശീലമാണ് ഇപ്പം നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റും പാട്ടുകൾക്ക്. കാരണം എഴുത്തുകാർക്ക് എപ്പോഴും ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല, പക്ഷെ അധികവും അവർ ആ ഒരു എഴുത്തിൻ്റെ ഒരു പാറ്റേൺ പല സമയത്തും ഒരേപോലെ വരാനുള്ള സാധ്യതകൾ ധാരാളമാണ്. അപ്പം നമ്മൾ മ്യൂസിക് ആദ്യം ചെയ്തു കൊടുത്ത് പാട്ടുകൾ എഴുതുമ്പോൾ എന്തായാലും അതിന് കുറച്ചുകൂടി അധികം വ്യത്യസ്തത കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനത്തെ കേസുകളിൽ എപ്പോഴും ലിറിസിസ്റ്റിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരുപാട് പേര് നല്ല രസമായിട്ട് എഴുതരുന്നുണ്ട്, പക്ഷേ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ട്യൂൺ അനുസരിച്ച് അവർക്ക് ചെയ്യേണ്ടി വരികയാണ്. എന്നാൽ പോലും നമ്മൾ ഫൈനൽ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് വരിയുടെ ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ പദം മുറിക്കലും നമ്മൾ ചെല്ലുന്ന ഉച്ചാരണത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ നിലനിർത്താൻ പറ്റി ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പോൾ അതിൽ ഏതിനാണ് ഇമ്പോർട്ടൻസ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്കറിയില്ല. ആസ് എ മ്യൂസീഷ്യൻ ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് ഒരു പടി കൂടുതൽ കൊടുക്കുക മ്യൂസിക്കിനാണ്. പക്ഷേ അത് വരിയെ ഇല്ലാണ്ടാക്കലല്ല, വരിയെ കുറച്ചുകൂടിയും സൗന്ദര്യവൽക്കരിക്കാനാണ് സംഗീതം ഉപയോഗിക്കേണ്ടത്. പിന്നെ ഞാൻ പേഴ്സണലി പാട്ടുകൾ കേൾക്കുമ്പോൾ ഞാൻ കൂടുതൽ ഈണത്തിന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാൻ കേൾവിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം അതിനൊരു ഉദാഹരണമാണ്, പെട്ടെന്നൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ വരി നോക്കേണ്ടി വരും. കാരണം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും അതിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിലെ ഉപയോഗിച്ചേക്കുന്ന ഇൻസ്ട്രുമെന്റ്സിൻ്റെ പാറ്റേണൊക്കെ എൻ്റെ മൈൻഡിൽ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുക. ലിറിക്സ് ചിലപ്പോൾ ഞാൻ മറന്നു. അത് ഒരു നല്ല പ്രവണതയല്ല. അല്ല, ഞാനിപ്പോൾ ചിരുത നോക്കിയിട്ടല്ലേ പാടിയത്. എനിക്ക് വരി എന്നുവെച്ചാൽ അതിൻ്റെ വരി എനിക്ക് ചിലപ്പോൾ പറയാൻ പറഞ്ഞാൽ ഞാൻ മുഴുവൻ പറയും. പക്ഷെ പാടുന്ന സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ മൈൻഡിൽ പോവുക, ഞാൻ അതിൽ യൂസ് ചെയ്തേക്കണ യൂക്ലേലെ, ഗിറ്റാർ, അങ്ങനെ ആ കമ്പോസിങ് മൂഡിലാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുക. അതൊരു ന്യൂനതയാണ്, അതൊരു നല്ല കാര്യമല്ല. തിരുത്താൻ പറ്റിയ നല്ലതാണ് എനിക്ക് തന്നെ, പക്ഷെ അത് പറ്റാറില്ല. ഞാൻ എപ്പോഴും ആദ്യം മുതലേ എൻ്റെ മൈൻഡ് അങ്ങനെ പ്രോഗ്രാംഡാണ്. പണ്ട് മുതലേ ഞാൻ പാട്ടൊക്കെ കേൾക്കുമ്പോൾ വരിയുടെ സമയത്ത് ഞാൻ അതിൻ്റെ മൂള ചെയ്യണം, അങ്ങനെ മൂളും, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒപ്പം മൂളും, അങ്ങനെയാണ് ശീലിച്ചേക്കണേ. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാറ്റാൻ. അത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ പെർഫോമൻസിലേക്ക് കടന്നു തുടങ്ങി. പണ്ട് ഞാൻ ലൈവിലൊന്നും പാടില്ലായിരുന്നു. ഇപ്പം ഞാൻ ബാൻഡൊക്കെ ഇട്ട് ലൈവ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ ബുദ്ധിമുട്ട്. എനിക്ക് ടാബില്ലാണ്ട് നോക്കാണ്ട് പാടാൻ പറ്റില്ല പാട്ടുകൾ. കാരണം ഒരു പാട്ടിനെ വരി ഓർമ്മിക്കില്ല. ഈ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ പാട്ടായിരുന്നല്ലോ മനസ്സിലുണ്ടായിരുന്നത്. അവിടെ നിന്നും കമ്പോസിങ് ആണ് ഇപ്പൊ സുദീപേട്ടൻ്റെ ഏരിയ എന്ന് മനസ്സിലായ ഒരു മൊമെന്റ് ഏതായിരുന്നു? 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഈ കാസറ്റ് റെക്കോർഡിങ്ങും ഇങ്ങനെ പാട്ടുകൾ ഉണ്ടാക്കുക. ഐ മീൻ ചെറിയ പുസ്തകങ്ങളൊക്കെ, ചില കവിതകളൊക്കെ വരില്ലേ, അതൊക്കെ ഇങ്ങനെ വെറുതെ വായിക്കുന്നതിന് ഒരു ഈണത്തിൽ വായിക്കുക. അങ്ങനെ എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിലാണ് ആ ഒരു മൂഡ് വന്നത്. പക്ഷെ ഞാൻ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്താണ് ആദ്യത്തെ പാട്ട് കമ്പോസ് ചെയ്തത്. സീരിയസ് ലെവലിൽ ഒരു പാട്ട് ഉണ്ടാക്കണം എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ കമ്പോസ് ചെയ്ത ആ സമയത്താണ്. പിന്നെ ഒരു പാട്ട് ഈ പറഞ്ഞ മാതിരി ഒരു കലോത്സവത്തിന് പോയപ്പോൾ അവിടുന്ന് അപ്രതീക്ഷിതമായിട്ട് ലൈറ്റ് മ്യൂസിക്കിന് കൂടേണ്ടി വന്നു. അപ്പോൾ ലൈറ്റ് മ്യൂസിക്കിന് കൂടേണ്ടി വന്നപ്പോൾ പാട്ടറിയില്ല, പാട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മാവൻ തന്നെ എഴുതിയൊരു പാട്ട് ഞാൻ അവിടെ സ്പോട്ടിൽ കമ്പോസ് ചെയ്ത് സ്റ്റേജിൽ പാടി. അതായിരുന്നു ഫസ്റ്റ് ആയിരുന്നു. ആർക്കും അറിയാത്ത പാട്ടല്ലേ, നമ്മൾ അപ്പുണ്ടാക്കി പാടുന്നല്ലേ.
അപ്പോൾ വേറെ അറിയുന്ന പാട്ടാണെങ്കിലാണല്ലോ മറ്റേ ഭാഗം തെറ്റിന്നൊക്കെ ഇത് ഫുൾ പുതിയ പാട്ടല്ലേ. അന്ന് രാവിലെ കമ്പോസ് ചെയ്ത് അത് എനിക്ക് എൻ്റെ സ്വന്തം പാട്ടല്ല, എനിക്ക് ഇഷ്ടമുള്ള പാടല്ലോ. അപ്പോൾ ആ ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് ആ ഒരു പാട്ട് ഉണ്ടാക്കാനെന്നുള്ളൊരു ഐഡിയ തുടങ്ങിയത്. പിന്നെ ഒപ്പം പഠിക്കുന്ന 1-2 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇറക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ആ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് കമ്പോസിങ്